ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ലോകത്തൊന്നാകമാനം ആളിക്കത്തുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഫുട്ബോളിൻ്റെ പേരിൽ തർക്കവും വാശിയും ആവേശവും കാണിക്കുകയാണ്. അമിതമായാൽ അമൃതും വിഷമാണ്. എന്തിനും ഏതിനും ഒരു പരിധിയുണ്ട്. അത് വിട്ടുകടക്കുമ്പോൾ ആരോഗ്യകരമായ നല്ല കാര്യങ്ങൾ പോലും അനാരോഗ്യകരമായി അപകടകരമായി വർത്തിക്കും. ലോക ഫുട്ബോൾ ജ്വരത്തെ കാണുമ്പോഴും പക്വമായ ചില സമീപനങ്ങൾ വിനോദക്കാർക്കും കാണികൾക്കും ആരാധകർക്കുമൊക്കെ അത്യാവശ്യവുമാണ്. എന്നാൽ ഇവിടെ മതോപദേശകന്മാരായ പലരും പ്രബോധന രംഗത്ത് ചില ഫത്വകൾ പുറത്തുവിടുമ്പോൾ വളരെ വിഷമകരമായ രൂപത്തിലാണ് ചെറുപ്പക്കാരതിനെ നോക്കിക്കാണുന്നത്. അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ മിതമായ ഒരു രീതിയും ശൈലിയും സ്വീകരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഫുട്ബോൾ എന്ന ആ മാമാങ്കം ലോകതലത്തെ ഒരു പന്തിലേക്ക് ഒതുക്കിയതുപോലെ ആളുകളെ മുഴുവൻ ആ പന്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. സമയധൂർത്ത്, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ അമിതമായ വ്യയങ്ങൾ, പരസ്പര വിദ്വേഷങ്ങൾ, വെറുപ്പുകൾ ഇവയെല്ലാം സൃഷ്ടിക്കുവാൻ പലപ്പോഴും കാരണമായി തീരുന്നുണ്ട് ഈ ഫുട്ബോൾ ജ്വരം. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ഇസ്ലാമികമായ ഒരു സമൂഹത്തോട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന രീതിയിൽ പുറംതിരിഞ്ഞു നിൽക്കുകയും അമിതാവേശക്കാരായ ചെറുപ്പക്കാരെ അതിൻ്റെ പേരിൽ ദീനിൽ നിന്ന് അകറ്റുകയും ചെയ്യുകയല്ല വേണ്ടത്. അതിൻ്റെ ഗുണകരമായ വശങ്ങളെ മനസ്സിലാക്കുകയും ദോഷകരമായ ഭാഗത്തെ വർജിക്കുവാൻ പ്രേരകമായ സ്നേഹ ഉപദേശങ്ങൾ നൽകുകയും വേണം. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ചില പണ്ഡിതന്മാരുടെ ശൈലി പലപ്പോഴും അതിര് കടക്കുകയാണ്. കളിക്കാരുടെയും കളിപ്രേമികളുടെയും അവസ്ഥ അതിര് കടന്ന് കാട് കയറി കളി കാര്യമായി വിഷമകരമായ അവസ്ഥയിലാണെങ്കിൽ അവയെ പ്രതിരോധിക്കാനോ ചെറുക്കാനോ എതിർക്കാനോ വേണ്ടി നടത്തുന്ന ഫത്വകളും സംസാര രീതികളും ചിലപ്പോഴൊക്കെ അതിലേറെ കഷ്ടാണ്. മതപണ്ഡിതന്മാർ ഇവിടെയും പക്വമായ ശൈലിയും രീതിയും സ്വീകരിക്കണം. വിനോദമെന്ന നിലക്ക് പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതല്ല ഫുട്ബോളും അതുപോലുള്ള പലതും. സാമൂഹികമായ, മാനസികമായ, ആരോഗ്യകരമായ പല നേട്ടങ്ങളും അതുകൊണ്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പ്രകൃതിദത്തമായ സാമൂഹിക മര്യാദകളെ ബഹുമാനിക്കുന്ന പരിശുദ്ധ ഇസ്ലാം അതിലുള്ള നല്ല വശങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. വിനോദങ്ങളെ, കായികമായ രംഗങ്ങളെ പൂർണ്ണമായി എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവയെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചരിത്രം വരെയുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്ന ഫുട്ബോൾ ജ്വരവും മറ്റും അങ്ങനെയാണോ? അതിന് കടക്കുന്നുണ്ട്. കട്ടൗട്ടുകളും ഫ്ലക്സുകളുമായി ജനലക്ഷങ്ങൾ, കോടികളാണ് അതിനു വേണ്ടി വിനിയോഗിക്കുന്നത്. സമയമോ വളരെ കൂടുതൽ സമയം. കളി കാണുന്ന ഒരു 90 മിനിറ്റ് അല്ല, അതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളും മത്സരങ്ങളും. വളരെയേറെ ശ്രദ്ധിക്കണം. ഉറക്കമില്ലായ്മയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായും നമ്മുടെ ചെറുപ്പക്കാരിൽ ഈ വിനോദം കാണുന്നവരിൽ വർദ്ധിപ്പിക്കുന്നത്. തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ അതിൻ്റെ പ്രതികൂലമായ നെഗറ്റീവ് റിസൾട്ടുകൾ കാണുന്നുമുണ്ട്. ഉൽപാദനക്ഷമത കുറയുന്നു. പഠന നിലവാരത്തിലും വായനയിലും സമയം കണ്ടെത്തുന്നതിന് ചെറുപ്പക്കാർക്ക് നഷ്ടം സംഭവിക്കുന്നു. കാരണം രാത്രിയുടനീളം മണിക്കൂറുകൾ ഇതിനു മുൻപിൽ ചടഞ്ഞിരുന്ന് പകൽ സമയത്ത് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ആരോഗ്യപരവും സാമൂഹികവുമായ
അതിൻ്റെ ചീത്ത വശങ്ങളെ ഉയർത്തിപ്പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആവശ്യമായ അളവിൽ അതൊക്കെ നല്ലതാണ്, പല നിലക്കും ഒരു ഉല്ലാസം, നന്മയുടെ പല അടയാളങ്ങളും വളർത്താൻ കഴിയുന്നതാണ്. ഇങ്ങനെ വേണം നമുക്ക് ഫുട്ബോളിനെയും കാണികളെയുമൊക്കെ സമീപിക്കുവാൻ. എന്നാൽ ശൈലി അതല്ല. പോർച്ചുഗലിൻ്റെ അല്ലെങ്കിൽ അർജന്റീനയുടെ മെസ്സി അവരെയൊക്കെ പേഴ്സണലായി വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടാണ് പരിഹാസം നടക്കുന്നത്. ചില മതപണ്ഡിതന്മാർ വരെ അത്തരം ചില ഫത്വകൾ പുറത്തിറക്കുന്നു. ഫലസ്തീനിന്റെ പ്രശ്നം അതിൽ കൊണ്ടുവരുന്നുണ്ട്, ഇസ്ലാമികമായ തീവ്രവാദത്തിന്റെ പ്രശ്നം കൊണ്ടുവരുന്നുണ്ട്. എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ഇത്തരം മതകീയമായ വിഷയങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു പണ്ഡിതൻ മെസ്സിയെ അദ്ദേഹം നയിക്കുന്ന രാജ്യത്തിന്റെ പേര് പറഞ്ഞ് പുച്ഛിച്ച് പരിഹസിച്ച് മെസ്സിയുടെ ആളുകളെ മുഴുവൻ ദേഷ്യം പിടിപ്പിക്കും. അതേ പണ്ഡിതൻ അതേ സംസാരത്തിൽ മറ്റൊരു കളിക്കാരനെ, റൊണാൾഡോ, പുകഴ്ത്തി പ്രോത്സാഹിപ്പിച്ച് വാനോളം വാഴ്ത്തി പറയും. ഇതൊക്കെ മതപണ്ഡിതന്മാരുടെ രീതിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത്തരം സംസാരത്തോടും പ്രബോധന മാർഗങ്ങളോടും പുച്ഛവും പരിഹാസവുമാണ് ഉണ്ടാവുക. കാര്യത്തെ കാര്യമായി കാണണമെന്നും വിനോദം, കളിയും തമാശയും അതിനാവശ്യമായ ഒരു അളവിലും രീതിയിലും വേണമെന്നും സ്നേഹപൂർവം ഉപദേശിക്കാം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ജീവിത സമ്മർദ്ദങ്ങളിൽപ്പെട്ട് പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലൂടെ ജീവിക്കുമ്പോൾ തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെയുള്ള മാനസികമായ സ്ട്രെസ് ഒന്ന് കുറഞ്ഞു കിട്ടാൻ കുറഞ്ഞ സമയം അത്തരം ചില വിനോദോപാധികളിൽ മുഴുകുന്നുവെങ്കിൽ അതിൽ പല നന്മകളുമുണ്ട്. സൗഹൃദം വർദ്ധിപ്പിക്കുന്നു. മതജാതി ചിന്തകൾക്കതീതമായുള്ള ഒരു വലിയ കൂട്ടായ്മ ഇത്തരം ഫുട്ബോൾ സംഭവങ്ങളിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. അതിന് പകരം നമ്മൾ മതവർഗീയതയും വിഭാഗീയതയും കളിയുടെ കാര്യത്തിലും ആരോപിച്ചുകൊണ്ട് ഫത്വ ഇറക്കുന്നത് കഷ്ടമാണ്. ബാലിശമായ ന്യായങ്ങളാണ് പലരും പറയുന്നത്. ഫുട്ബോൾ ഡ്രസ്സിങ്ങിൽ ചിലപ്പോഴൊക്കെ അവരുടെ ജേഴ്സിയും ഫുട്ബോൾ കളിക്കാരുടെ വേഷത്തെ പോലും ഉയർത്തിപ്പിടിച്ച് ഔറത്തിൻ്റെ പേരും പറഞ്ഞ് കണ്ണടച്ച് വിമർശിക്കുന്നവരുണ്ട്. ഇസ്ലാമിക ഫിഖ്ഹിന്റെ വിശാലമായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടാൽ അതൊന്നും ഹറാമാണെന്ന് പൊതുവായി പറയാൻ പറ്റില്ല. കാരണം മറക്കേണ്ട ഔറത്ത് ഭാഗത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഇസ്ലാമിക ഫിഖ്ഹിലുണ്ടല്ലോ. എല്ലാവരും ഏകകണ്ഠമായി സമ്മതിക്കുന്ന ഹറാമാണെന്ന് ഉറപ്പ് പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ പൊതുവായ വിമർശം പാടുള്ളൂ. ഇതാണ് ഉസൂലുൽ ഫിഖ്ഹിലെ തന്നെ തത്വം. എങ്കിൽ വേഷത്തിൻ്റെ പേരിലൊന്നും അങ്ങനെ പൊതുവായി ഹറാമാക്കാൻ വകുപ്പില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പലപ്പോഴും ഫ്ലക്സിന് ലക്ഷങ്ങൾ മുടക്കുന്നു എന്ന ആരോപണം? കട്ടൗട്ടുകളും ഫ്ലക്സുകളും ഒക്കെ വെച്ച് ഒരു വീരാരാധനയിലേക്കും ആവശ്യമില്ലാത്ത തീവ്രമായ ആവേശത്തിലേക്കും പോകുന്നത് ഒരിക്കലും ഗുണകരമല്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഫുട്ബോൾ കാണികളെയും പ്രേമികളെയും കളിയാക്കി പുച്ഛിച്ച് മതപണ്ഡിതന്മാർ വാളെടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ തിരിച്ച് ചില ചോദ്യങ്ങൾ വരും. ഇസ്ലാമിക സമ്മേളനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾ, മതപ്രഭാഷണ വേദികൾ, ഇതിൻ്റെയൊക്കെ പേരിൽ പ്രചാരണത്തിന് എത്ര കോടികൾ നാം ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലക്സുകൾ ഈ അടുത്ത് തന്നെ ഇപ്പോഴും ഇനിയും കാണാൻ പോകുന്നു. നമ്മുടെ സമ്മേളനങ്ങളും മറ്റും പ്രചാരണത്തിൻ്റെ ഭാഗമായി ലക്ഷോപലക്ഷം രൂപയുടെ ഫ്ലക്സുകൾ പള്ളിയുടെ മുറ്റത്ത് നാം ഉയർത്തുന്നു. നമ്മുടെ ചെറുപ്പക്കാർ കളിയുടെ പേരിൽ അവർക്ക് ആവേശമുള്ള ഒരു കാര്യത്തിൽ ഒരു ഫ്ലക്സ് വെക്കുമ്പോഴേക്ക് അതിനെ നിശ്ചിതമായി എതിർക്കുവാനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ രംഗവും കൂടി സംശുദ്ധമാകേണ്ടതുണ്ട്. ഫോട്ടോ പ്രദർശനം, അവർ സ്നേഹിക്കുന്ന കളിക്കാരുടെയും ടീമിൻ്റെയും ഒക്കെ ഫ്ലക്സ് വെച്ച് അവർ ആവേശം കൊള്ളുന്നു. അത് പുതിയ തലമുറയുടെ ഒരു രീതിയാണ്. സൗമ്യമായി
ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കുക. എന്നാൽ മതപണ്ഡിതന്മാരുടെയും നേതാക്കളുടെയുമൊക്കെ വലിയ പടങ്ങൾ പള്ളിയുടെ മുമ്പിലും തെരുവുകളിലും സ്ഥാപിച്ച് കോടികൾ മുടക്കി ബോർഡുകളും ഫ്ലക്സുകളും വയ്ക്കുന്ന ഇസ്ലാമിക പ്രവർത്തകർ ഇവിടെ പറ്റും അവിടെ പറ്റില്ല എന്ന് പറയാൻ ധാർമ്മികമായി കഴിയണമെങ്കിൽ പക്വമായ ഒരു ശൈലി അതിലൊക്കെ ഉണ്ടാകണം. അതിലേറെ തമാശ, ഈ അടുത്ത് വലിയ 1-2 പ്രസംഗം കേട്ടു. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ നിറയെ ചെറുപ്പക്കാർ. അവരെ കണ്ടതോടെ പുച്ഛഭാവത്തിൽ പരിഹാസ സ്വരത്തിലാണ് പള്ളിയുടെ അധികൃതർ സ്വീകരിക്കുന്നത് അത്രേ. കാര്യം എന്താണ്? പുലരും വരെ ഫുട്ബോൾ കണ്ട് സുബഹിയുടെ സമയമായപ്പോൾ, എന്നാൽ ഏതായാലും സുബഹി നിസ്കാരത്തിൽ പങ്കെടുത്ത് ഇനി ഉറങ്ങാമെന്ന് കരുതി പള്ളിയിലേക്ക് കയറി വന്ന ചെറുപ്പക്കാരെ പുച്ഛഭാവത്തോടുകൂടി പരിഹസിക്കുകയാണോ വേണ്ടത്? അവരെ ചേർത്ത് പിടിച്ച് ഒരു സ്നേഹോപദേശം നൽകി അവരെയും കൂടി കൂട്ടിപ്പിടിക്കുന്ന ഒരു രീതിയല്ലേ അഭികാമ്യം? അല്ലെങ്കിലും നമ്മുടെ സാമൂഹിക മീഡിയകളിലൂടെയും മെഹ്റാബുകളിലൂടെയും നമ്മൾ ഉയർത്തുന്ന ഈ വലിയ വലിയ ഭീതിപ്പെടുത്തലുകളും നരകത്തിനെയും ശിക്ഷയെയും പറഞ്ഞ് ബേജാറാക്കലും, അത് കേൾക്കാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ ചെറുപ്പക്കാർക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. നരകവും കത്തിപ്പിടിക്കണമെങ്കിൽ അതിനനുകൂലമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. ഇത് എന്തിനുമേതിനും ബേജാറും നരകവും, എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ പോകുന്നു. ഇതാണ് ഭീഷണി. ലോക ഫുട്ബോളും ഫിഫയുടെ മത്സരങ്ങളും യൂറോ കപ്പും ഇതും ഇതിലപ്പുറമുള്ള ആവേശവുമൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും എവിടെയും ഒരു സുനാമിയോ ഒരു ഭൂകമ്പമോ എന്തെങ്കിലും പ്രകൃതിപരമായ ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോഴേക്ക് അതൊക്കെ പടച്ച തമ്പുരാൻ ഇറക്കുന്ന ശിക്ഷയാണ്. അതും ഫുട്ബോളും ഫ്ലക്സും ഒക്കെ വെക്കുന്നത് കൊണ്ട്. ഈ രീതിയിൽ മതപണ്ഡിതന്മാർ പറയുമ്പോൾ അത് പരിഹാസത്തിന് കാരണമാകും. പടച്ച തമ്പുരാൻ എന്ന കാരുണ്യവാൻ ശാപമായി, ശിക്ഷയായി ഇങ്ങനെയൊക്കെ അങ്ങ് അവതരിപ്പിച്ച് ആളുകളെ ഇടങ്ങേറാക്കുമെന്നാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? എന്തും ഏതും എവിടെയും ഉണ്ടായാൽ അത് ദൈവശാപമാണ് എന്ന് പറയുന്നതിനു പകരം ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്കും വിശാലമായ സ്നേഹത്തിലേക്കും ജനങ്ങളെ ഉണർത്തുക. ആവശ്യമായ കുറച്ച് സമയം വിനോദത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് അതിൽ കുറെ സാമൂഹിക നേട്ടങ്ങളുണ്ട്. മനസ്സിന്റെ പിരിമുറുക്കമൊക്കെ മാറി തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ സമ്മർദ്ദത്തിൽ കുടുങ്ങിയവരെ ഒരല്പസമയം ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ കഥ നല്ലതാണ്. അതുകൊണ്ട് കിട്ടുന്ന എനർജി, അതുകൊണ്ട് മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന അനുകൂലമായ എത്രയോ അവസ്ഥകൾ, അതും നമുക്ക് കാണണം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം അതിനെ ഒന്നും കണ്ണടച്ച് എതിർക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. മത്സരം തന്നെ വാശിയുള്ളതാണ്. പക്ഷെ അത് പ്രദേശങ്ങൾ തമ്മിൽ അകറ്റുവാനും കാണികൾ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരാട്ടം നടത്തുവാനും ബെറ്റ് നടത്തി പൈസ കളയുവാനും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇത് അപകടത്തിലേക്ക് പോകുന്നത്. മാന്യമായ രീതിയിലുള്ള ഒരു ആവേശവും ഒരു ജ്വരവുമൊക്കെ ഈ വിനോദ മേഖലകളിലൊക്കെ സ്വാഭാവികമാണ്. രണ്ടിനെയും ബാലൻസ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പുതിയ തലമുറയെ കൂട്ടിപ്പിടിക്കണം. സഹീഹുൽ ബുഖാരിയിലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഒരനുഭവം മാത്രം നമുക്ക് മാതൃകയല്ലേ? ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിക്കാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മാർക്കറ്റിലൂടെ കടന്നു പോകുമ്പോൾ അൽ അസ്ലമിയൂൻ എന്ന വിഭാഗം, ബനു അസ്ലം, അവരിലെ ചെറുപ്പക്കാർ അസ്ത്രവിദ്യാ പ്രയോഗത്തിന്റെ വാശിയേറിയ മത്സരത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് നീങ്ങി. ഭീഷണിപ്പെടുത്താനല്ല, താക്കീത് ചെയ്യാനല്ല. മദീനയിലെ അൻസാറുകളായ അസ്ലമിയീൻ വിഭാഗത്തിലെ ചെറുപ്പക്കാർ വളരെ വാശിയേറിയ അസ്ത്രവിദ്യ മത്സരത്തിലാണ്. പ്രത്യേകമായ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടത്തേക്ക് സൂത്രം വെച്ച് അമ്പെയ്യുന്ന മത്സരം.
മണിക്കൂറുകൾ അത് തുടർച്ചയായി സംഭവിച്ചിട്ടുണ്ടെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അതും മത്സരമാണ്. അതുകൊണ്ട് കായികമായ ഗുണമുണ്ട്, സായുധ രംഗത്തുള്ള പരിശീലനമുണ്ട്, അതൊക്കെ ശരിയുമാണ്. എന്നാൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ച രീതി എങ്ങനെയാണ്? സഹീഹുൽ ബുഖാരിയിലുണ്ട്. വിശദീകരണം ഇമാം ഹൈസമി അതുപോലെ ഇമാം തബറാനിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതോടുകൂടി കളിക്കാര് അവരുടെ വിനോദ മത്സര പരിപാടി നിർത്തിവെച്ചു. റസൂലുള്ളാഹി അവരുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഇർമു ബനി ഇസ്മായിൽ ഫഇന്ന അബാക്കും കാന റാമിയൻ. ഇസ്മായിലിന്റെ മക്കളെ, നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഈ മത്സര പരിപാടി തുടരുവീൻ. അസ്ത്രവിദ്യയിൽ പ്രാഗൽഭ്യം നേടുവാൻ വാശിയേറിയ മത്സരാണ്. തിരുനബി എത്ര സ്നേഹത്തോടെയാണ് ആ ചെറുപ്പക്കാരെ സമീപിക്കുന്നത്. ഇർമു ബനി ഇസ്മായിൽ ഫഇന്ന അബാക്കും കാന റാമിയൻ. നിങ്ങളുടെ പിതാമഹാൻ സയ്യിദന ഇസ്മായിൽ അവരൊക്കെ വലിയ അസ്ത്രവിദ്യാ പ്രയോഗത്തിൽ മികവ് തെളിയിച്ച പിതാക്കന്മാരാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആ കാലഘട്ടത്തിലുള്ള സാമൂഹിക അവസ്ഥയെ വെച്ചുകൊണ്ട് വേണം നാം വിലയിരുത്താൻ. തിരുനബി എന്താ ചെയ്തത്? അവരുടെ ഇടയിലേക്ക് ചെന്ന് പറഞ്ഞു, ഇർമു, തുടരുക, ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. ആരാണ് ഈ പറയുന്നത്? അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്നത്തെ ഫുട്ബോളും അന്നത്തെ അസ്ത്രവിദ്യാ പ്രയോഗ മത്സരവും ഒരുപോലെയാണെന്നല്ല പറയുന്നത്. ഇതിൽ നിന്ന് ചിലതൊക്കെ നാം ഉൾക്കൊള്ളാനുണ്ട് എന്നർത്ഥം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, വഅന മഅ മിഹ്ജൻ ഇബ്നിൽ അദ്റ. ബുഖാരിയിലെ റിപ്പോർട്ട് പ്രകാരം ഇർമു വഅന മഅ ഇബ്നിൽ അദ്റ, ഞാനും ഇതിൽ ഒരു ടീമിന്റെ കൂടെ ചേരുകയാണ്. മിഹ്ജൻ എന്ന ഒരു നല്ല കായിക താരമുണ്ട് അവിടെ, മിഹ്ജൻ ഇബ്നുൽ അദ്റ. ഞാൻ അവന്റെ ഭാഗത്ത് ചേർന്ന് ആ ടീമിലാണ് ഞാനും ഉള്ളത്, അതുകൊണ്ട് തുടരുക എന്ന് പറഞ്ഞു. ഫതവഖഫൽ ഖൗം, സ്വഹാബി ചെറുപ്പക്കാര് കളിയിൽ നിന്ന് പിൻവാങ്ങി. അവരാ വിനോദ മത്സരത്തിൽ നിന്ന് തന്നെ മാറി നിന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നത്? ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോഴാണ് അവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഈ അദബും മര്യാദയുമൊക്കെ നാം സഹാബി ചെറുപ്പക്കാരിൽ നിന്ന് പഠിക്കണം. അവരെയൊക്കെ കൂട്ടുപിടിച്ച് സ്നേഹിച്ച് വളർത്തിയ ഒരു പരിപാലകൻ, ഒരു മതോപദേശകൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, കൈഫ യഗ്രിബു ഖൗമുൻ ഫഅൻത ളിദ്ദഹും. ഈ അർത്ഥം വരുന്ന, അങ്ങ് ഒരു ടീമിന്റെ കൂടെ കളിക്കുമ്പോൾ നിൽക്കുമ്പോൾ അവരല്ലേ ജയിക്കൂ, അവരെ തോപ്പിക്കാൻ കഴിയോ? ഞങ്ങൾ പിന്നെ എന്തിനാണ് ഈ മത്സരത്തിന് വരുന്നത്? ഇവിടെയൊക്കെ വിശാലമായ വായനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യവും യുവാക്കളോടുള്ള അടുപ്പവുമല്ലേ തെളിയിക്കുന്നത്, അവരുടെ അദബും മര്യാദയും. അതും അങ്ങ് ഒരു ടീമിൽ കളിക്കുമ്പോൾ അതിന് എതിരായി നിൽക്കുന്ന ടീം എങ്ങനെയാണ് ജയിക്കുക? പിന്നെ ഞങ്ങൾ എന്തിനാണ് വെറുംകളി കളിക്കുന്നത് എന്നർത്ഥം. തിരുനബിക്ക് അത് ഇഷ്ടപ്പെട്ടു. എന്താ ചെയ്തത്? വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇർമു വഅന മഅക്കും കുല്ലിക്കും. സഹീഹുൽ ബുഖാരിയിലുള്ള നിവേദനമാണ്. എന്നാൽ നിങ്ങൾ കളി തുടരുക, അസ്ത്രവിദ്യ അഭ്യാസം സജീവമാകട്ടെ, ഞാൻ നിങ്ങളിൽ എല്ലാവരുടെയും കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ രണ്ട് ടീമിൻ്റെയും ആളായി കളിക്കാം. ഇവിടെയാണ് അസ്ത്രവിദ്യാ മത്സര രംഗത്ത് അതുപോലെ കളിയിലൊക്കെ ജാക്ക് എന്ന ഒരു പരിപാടിയുണ്ട്. രണ്ട് ടീമിലും ഒരുമിച്ച് കളിക്കുന്ന ജാക്ക് പരിപാടി. അതായിരിക്കാം ഇവിടെ ഉണ്ടായത് എന്ന് കലാരംഗത്തുള്ള വലിയ വിദഗ്ധന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഹദീസ് പറയുന്നത് എന്താണ്? അവരന്നുടനീളം പകൽ സമയം മുഴുവൻ കളിച്ചു, രണ്ടു കൂട്ടരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാതെ സമനിലയിൽ പിരിഞ്ഞു എന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ട് ഒരു ടീമിന് അല്ല, രണ്ട് ടീമിനും ഉണ്ടായപ്പോൾ വിജയപരാജയങ്ങൾ സമനിലയിൽ കലാശിച്ചു എന്ന്. എത്ര സംഭവങ്ങളുണ്ട്. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കായിക രംഗത്തുള്ള വലിയ ഒരു മാമാങ്കം റോമിൽ നടന്നപ്പോൾ ബഹുമാന്യരായ
ഖൈസ് ബിനു സഅദ് ബിനു ഉബാദയെയും സയ്യിദുന അബ്ദുല്ലാഹിബിന് അബ്ബാസിനെയും ഒക്കെ ആ കായിക രംഗത്തേക്ക് പ്രതിനിധികളായി പറഞ്ഞയച്ച ചരിത്രവും, അവിടെ ഖൈസ് ബിനു സഅദ് ബിനു ഉബാദ എന്ന അറബ് ഇസ്ലാമിക താരം റോമാ സൈന്യത്തിലുള്ള മുഴുവൻ ആളുകളെയും പരാജയപ്പെടുത്തിയ രംഗവും ചരിത്രത്തിലുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. ചീത്ത സ്വഭാവങ്ങൾക്കാണ് പലപ്പോഴും മാതൃകയാവുന്നത്. ആധുനിക കളിക്കാരുടെ മധ്യവും അവരുടെ ജീവിത രീതിയും അത് റോൾ മോഡലായി നമ്മുടെ ചെറുപ്പക്കാർ സ്വീകരിക്കുമ്പോൾ അത് വല്ലാത്ത ദോഷമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആവശ്യമായ അളവിലുള്ള വിനോദം അതൊക്കെ ചെയ്യുകയുമാകാം. സൗദി അറേബ്യയിൽ ഫുട്ബോൾ മത്സരം നടന്നപ്പോൾ അവിടുത്തെ ചില മതപണ്ഡിതന്മാർ അനുകൂലമായ സമീപനം സ്വീകരിച്ചു. അവരിൽപ്പെട്ട ആളായിരുന്നു ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ആലവി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം റിയാവത്തു ഫിൽ ഇസ്ലാം, കായിക രംഗം, അതിലെ മത്സരം, അതിലെ സമീപന രീതി അനുകൂലമായി വിശദീകരിച്ചുകൊണ്ട് അറബി പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നടക്കുന്ന ആവേശം പലപ്പോഴും മത്സരവും വൈരവും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഉറക്കമൊഴിഞ്ഞ് സാമ്പത്തികമായി വലിയ നഷ്ടവും സമയദൂർത്തും വരുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പക്വമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ഇവരെയൊന്നും ഇതിൻ്റെ പേരിൽ പരിഹസിക്കാതെ പുച്ഛിക്കാതെ അടുപ്പിച്ച് നിർത്തുകയും ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് വരികയും ആവശ്യമായ അളവിൽ ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യുക. ഇതല്ലേ കുറച്ചുകൂടി അഭികാമ്യം? അടച്ചാക്ഷേപിക്കുന്നതിന് പകരം പരിഹാസവും പുച്ഛവും കൊടുക്കുന്നതിന് പകരം രണ്ടും നടക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. എന്നാൽ ഇതൊക്കെ മതത്തിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി വീണ്ടും കളിക്കാരെ തന്നെ വർഗീകരിക്കുമ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിപരമായി ഉൾക്കൊള്ളുന്നവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന വാദഗതികളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അല്ലാഹുവുമായി അടുക്കുവാൻ, ആരാധനകളിൽ മുഴുകുവാൻ ആ ഒരു നല്ല സമയം ഏറെക്കുറെ അനാവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് ദുഃഖകരമാണ്. എന്നാൽ ആവശ്യത്തിന് കളിയും വേണം. കളി കാര്യത്തെക്കാൾ വലുതാവരുത്. എന്നാൽ കളിക്ക് കളിയുടേതായ പ്രസക്തിയുണ്ട്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതല്ലേ? സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.